ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ബിരിയാണി കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ കല്യാണ വീടുകളിൽ കഴിക്കുന്ന ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണല്ലേ. അപ്പോൾ ഇന്ന് ആ ഒരു സീക്രട്ട് റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കല്യാണ വീടുകളിലൊക്കെ വെക്കുന്ന ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ വരുത്താമെന്ന് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടിപ്സും എല്ലാ റേഷ്യോയും അതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഒരു അടിപൊളി ബിരിയാണി. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാണ്ട് ചെയ്തോളൂ. വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ 2 കപ്പ് അരിയുടെ കണക്കിൽ, അതായത് 1/2 കിലോ അരിക്കാണ് ചെയ്യുന്നത്. അതിനിടെ ഞാൻ 1/4 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഈ 1/4 കിലോ മട്ടൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ ചെറിയ ആടായിട്ട് വാങ്ങിക്കാൻ നോക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ അതിലോട്ട് ഞാൻ ഇതിന് മുമ്പായിട്ട് റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, സീക്രട്ട് ബിരിയാണി മസാല എന്ന് പറഞ്ഞിട്ട്, അത് 1 സ്പൂണും, പിന്നെ ഉപ്പ് 1/2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, കാശ്മീരി ചില്ലി പൗഡർ 1/2 സ്പൂണ്, 1 ടേബിൾ സ്പൂൺ തൈര്, ഇവയെല്ലാം ചേർത്ത് ഞാൻ കുക്കറിൽ ഒരു 3 വിസിൽ വരുന്നവരെ വേവിക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അത് ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ചതിൻ്റെ വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് 2 ഗ്ലാസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കുക്കറിൽ വെച്ചിട്ട് 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. മട്ടൻ ബിരിയാണി വെക്കുന്ന സമയത്ത് അതിൻ്റെ മട്ടൻ്റെ വേവ് കറക്റ്റായി ഉണ്ടാവണം. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ വരുന്നവരെ വേവിക്കാം. 1 വിസിൽ വന്നതും തന്നെ നിങ്ങൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമായിട്ട് കുറയ്ക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് നേരത്തേക്ക് 2 വിസിൽ വരുന്നവരെ വീണ്ടും നമുക്ക് വേവിക്കാം. ടോട്ടലായിട്ട് 3 വിസിലാണ് വരേണ്ടത്. അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനായിട്ട് ഞാൻ എടുക്കുന്ന അരി ജീരക സംഭ അരിയാണ്. പൊതുവെ നിങ്ങൾ ബിരിയാണി ബാസ്മതി അരിയിലായിരിക്കും തയ്യാറാക്കുക. പക്ഷേ ഇങ്ങനെ കല്യാണ വീടുകളിലെ സ്റ്റൈലിൽ ബിരിയാണിക്കായിട്ട് ജീരക സംഭ അരിയാണ് വാങ്ങിക്കേണ്ടത്. അതും പഴയ ജീരക സംഭ അരി വാങ്ങിക്കണം. അത് നമുക്കിതുപോലെ ഒന്ന് കഴുകി 20 മിനിറ്റ് നേരത്തേക്ക് സോക്ക് ചെയ്ത് വെക്കാം. അടുത്തതായിട്ട് ഒരു മിക്സി ജാറിലോട്ട് ഒരു 10 ചെറിയ ഉള്ളി ഒന്ന് നമുക്ക് ഒരൊറ്റ വട്ടം ഒന്ന് തിരിച്ചെടുക്കാം. ഒരൊറ്റ വട്ടം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അമ്മിക്കല്ലിലൊന്ന് 1 വട്ടം ചതച്ചെടുക്കും. ഇനി അടുത്തതായിട്ട് അതേ മിക്സി ജാറിലോട്ട് തന്നെ 2 നന്നായിട്ട് പഴുത്ത തക്കാളി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസും കൂടി നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. വലിയ വായുള്ള ഒരു ബിരിയാണി ചട്ടി നമുക്ക് ചൂടാക്കാൻ വെക്കാം. അതിലോട്ട് ഞാൻ ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കടലെണ്ണയോ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഞാനിവിടെ ഒരു 50 മില്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം 3 ഏലക്ക, 3 പട്ട, 3 ഗ്രാമ്പു, ഒരു 2 ബിരിയാണി ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലോട്ട് ചെറിയ ഉള്ളി നമ്മൾ ഓൾറെഡി ഒന്ന് ക്രഷ് ചെയ്ത് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പിന്നീട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് അളവ് കൂടിയ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് ബിരിയാണിക്ക് ഉണ്ടാവും. ഇനി ഞാനിവിടെ 3 സവാള ഇതേപോലെ നീളത്തിൽ അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. സവാള ചേർത്ത് കൊടുക്കുന്ന സമയത്തും ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ്. കുറച്ച് കൂടിയത് കൊണ്ട് യാതൊരു കുഴപ്പവും വരില്ല. ഇനി ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഉള്ളി പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടും. ഒരു 2 മിനിറ്റ് നേരത്തേക്കെങ്കിലും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഗ്യാസ് വെക്കേണ്ടത്. ഇനി ഇതിലോട്ട് ഞാൻ 2 നന്നായി പഴുത്ത തക്കാളി ഇതേപോലെ പൊടിയായിട്ട്, അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഞാനൊരു നീളത്തിലുള്ള 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ബിരിയാണിക്ക് എരിവിനല്ല, ആ പച്ചമുളക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി 1 പിടി മല്ലിയില, 1 പിടി പുതിന ഇല ചേർത്ത് കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇല ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് തണ്ട് ചേർക്കാൻ പാടില്ല, ഇല മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിലോട്ട് ഞാൻ 2 തക്കാളി അരച്ചെടുത്തിട്ടുള്ള ടൊമാറ്റോ പ്യൂരിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് നേരത്തേക്ക് വഴറ്റിയെടുക്കാം. ഈ വഴറ്റിയെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കണം. തൈര് ഒരു 2 സ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ പുളിക്കായിട്ട് തൈരും തക്കാളിയും ഒപ്പം കുറച്ച് നാരങ്ങ നീര്, ഒരു പാതി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ കുരു മാറ്റാനായിട്ട് ഒന്ന് ഓർക്കണം. ഇതെല്ലാം തന്നെ ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് സീസണിങ്സ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കല്ലുപ്പ്, ഇത്രയും ചേർത്തിട്ട് നമുക്ക് എല്ലാം തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു ഏകദേശം നമ്മളൊരു 5 മിനിറ്റ് നേരമായി നമ്മൾ ബിരിയാണി വെക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഈ സീക്രട്ട് ബിരിയാണി മസാല 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും കാണാം. ബിരിയാണിയുടെ
ജീവൻ എന്ന് പറയുന്നത് തന്നെ ഈ ബിരിയാണി മസാലയാണ്. ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി കിട്ടത്തുള്ളൂ. അങ്ങനെ ഏകദേശം ഒരു 7 മിനിറ്റ് നേരമായിട്ടുണ്ട്. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേവിച്ച മട്ടൻ ചേർത്ത് കൊടുക്കാം. അപ്പം മട്ടൻ വേവിച്ചതിന് ശേഷമുള്ള വെള്ളം ഇതേപോലെ അത് നിങ്ങൾ കളയാതെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അത് എത്ര ഗ്ലാസ് ഉണ്ടെന്ന് അളന്ന് നോക്കാം. എനിക്കിവിടെ 2 കപ്പ് വെള്ളമാണ് വന്നത്. ഞാൻ അതിലോട്ട് 1.5 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതായത് നമ്മൾ എടുക്കുന്ന അരിയുടെ 1.25 ടൈംസ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. പൊതുവേ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ചേർക്കാറ്. പക്ഷെ നമ്മളിവിടെ നെയ്യും എണ്ണയും എല്ലാം ചേർത്തത് കാരണം ഞാൻ 1.25 കപ്പ് വെള്ളമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ഒന്ന് നന്നായിട്ട് എല്ലാ സൈഡും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബിരിയാണി വെക്കാൻ തുടങ്ങി ഒരു 8 മിനിറ്റ് ഒക്കെ കഴിയുന്ന സമയത്താണ് നമ്മൾ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുന്ന സമയത്ത് ഇതേപോലെ അതിൽ നിന്ന് ബോയിൽ ചെയ്ത് വരുന്നുണ്ടാവും. അപ്പോൾ എല്ലാ വശത്തും അത് വരണം. ചിലവർ നടുവിലൊന്ന് ബോയിലായി വരുമ്പോൾ തന്നെ അരി ചേർക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ചുറ്റും എല്ലാ വശവും അത് തിളച്ച് വരുന്ന സമയത്ത് മാത്രമേ അരി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 20 മിനിറ്റ് നേരത്തേക്ക് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജീരക സംഭ അരിയും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ 2 കപ്പ് അരിക്ക് 1.25 കണക്ക് വെച്ചിട്ട് 3.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഇളക്കിയതിന് ശേഷം ഒരു ലിഡ് വെച്ച് കവർ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്യാം. ഈ 2 മിനിറ്റ് നേരത്തേക്ക് ഇടയിൽ ഓരോ മിനിറ്റ് കഴിയും തോറും നിങ്ങൾ ലിഡ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഒരൊറ്റ വട്ടം ഇളക്കി വിടണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ സമയത്ത് കുക്ക് ചെയ്യാൻ. അപ്പോൾ 2 മിനിറ്റിനിടയിൽ ഞാൻ 2 വട്ടം ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റ് നേരം കഴിയുന്ന സമയത്ത് ഒന്ന് ക്ലോസ് ചെയ്ത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുന്ന ഈ സമയത്ത് നിങ്ങൾ ഇനി ഒരു ഗ്യാസ് ബർണറിൽ ഒരു ദോശ തവ ചൂടാക്കാൻ വെക്കാം. ഇത് എന്തിനാണെന്ന് ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം 1 മിനിറ്റ് നമ്മൾ ഇടവിട്ട് 2 മിനിറ്റ് നേരം കഴിഞ്ഞ് ഒരിക്കൽ കൂടി ഒന്ന് ഇളക്കി വിട്ടു. 1 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇളക്കാണ്. 3 വട്ടം ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഇനി 4 മിനിറ്റ് കഴിയുന്ന സമയത്ത് വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഓരോ മിനിറ്റും കൂടുന്തോറും 4 വട്ടം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്നും വെള്ളം അത്യാവശ്യം വറ്റിയിട്ടുണ്ടാവും. ഈ ഒരു സ്റ്റേജിൽ ഇതിലുള്ള ഉപ്പും എരിവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ അളവിനനുസരിച്ച് ഇനി ഇതിലോട്ട് ഉപ്പോ മുളകോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഞാനിവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുള്ള ദോശ തവയ്ക്ക് മുകളിലായിട്ട് എടുത്തു വെക്കുകയാണ്. അതിന് മുകളിലായിട്ട് ഞാൻ ലിഡ് വെച്ച് കവർ ചെയ്തിട്ട് ആ ലിഡിന് മുകളിലായിട്ടുള്ളൊരു ഹോളിൽ ഒരു അലുമിനിയം ഫോയിൽ ചുറ്റി നമുക്ക് വെക്കാം. അതിന് മുകളിലായിട്ട് ഒരു വെയിറ്റ് കൊടുക്കാം. അതിനായിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് മുകളിൽ വെക്കാം. ഇങ്ങനെ ബിരിയാണിയെ മുകൾ വശത്തുകൂടിയും താഴ്വശത്തുകൂടിയും ചൂട് പുറത്തു പോകാതെ വേവിക്കുന്ന ഇതാണ് ദം സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ദോശ തവ ചൂടാക്കിയിട്ട് മാത്രമേ നിങ്ങളിത് മാറ്റി വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചോറ് കുഴഞ്ഞു പോകും. ഇനി നമുക്ക് 1 മിനിറ്റ് നേരം ഇങ്ങനെ ദം സ്റ്റേജിൽ വെച്ചതിന് ശേഷം ഒന്ന് ലിഡ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്പാറ്റിലൂടെ ബാക്ക് വശം ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അരി എല്ലാം തന്നെ ഒരേ ലെവലിലാക്കിയതിന് ശേഷം വീണ്ടും ലിഡ് വെച്ച് കവർ ചെയ്തിട്ട് ദം സ്റ്റേജിലോട്ട് വീണ്ടും ചെയ്യാം. വീണ്ടും അതിലോട്ട് വെയിറ്റ് വെച്ച് കൊടുക്കും. അങ്ങനെ 1 മിനിറ്റ് നേരം കഴിയുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഇത് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ രണ്ടാമത്തെ വട്ടം ഇളക്കി കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ശരിക്കും ബിരിയാണി വെക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളത്തിൻ്റെയും അരിയുടെയും അളവ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിലെടുക്കുന്ന സമയത്താണ് അധിക സമയത്ത് നിങ്ങൾക്ക് ബിരിയാണി കുഴഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ഒരു റേഷ്യോ എന്തായാലും നിങ്ങൾ കീപ്പ് ചെയ്യുക. പിന്നെ ദം സ്റ്റേജ് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതായത് 2 വട്ടം ഒന്ന് ദം സ്റ്റേജിൽ ഇടയ്ക്ക് വെച്ച് ഇളക്കണം. അതിനുശേഷം ഒരു ലിഡ് വെച്ച് കവർ ചെയ്തിട്ട് 5 മിനിറ്റ് നേരം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ആ ചൂടിൽ കുറച്ച് നേരം കൂടി അത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ കൺസിസ്റ്റൻസിലോട്ട് വന്നോളും. ഇപ്പം നോക്കിക്കോളൂ, ഇത് അടിവശം ഒന്നും കരിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഇതിൽ വെള്ളം കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല മണമുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഈ റേഷ്യോയിൽ അത് ഇതേ കണക്കുകളിൽ ഒരിക്കലും വെച്ച് നോക്കിയിട്ട് റിവ്യൂ പറയൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തപ്പോൾ ഉണ്ടായ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ ബിരിയാണിയുടെ ഫുൾ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നല്ല കട്ടിത്തേര്, ബിരിയാണി മസാല, ഇവിടെ ലിങ്കും കൂടി അതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്നുള്ള ലിങ്കും കൂടി താഴെ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ലൈക്ക്
ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പ്രത്യേകിച്ച് ബിരിയാണി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.